എല്ലാവർക്കും നമസ്കാരം. യോഗ വിത്ത് സകലേഷ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയ 3 ലഘു വ്യായാമമായിട്ടാണ്. അപ്പോൾ ആ വ്യായാമമാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് വയറ് കുറയുക. നമ്മൾ രാവിലെ എണീറ്റ് ആൾക്കാർ നടക്കാൻ പോകുമല്ലോ, അപ്പോൾ നടക്കുന്നതിന് പകരമായിട്ടുള്ള വ്യായാമം, അങ്ങനെ വെയിറ്റ് ലോസ്, അങ്ങനെ മൂന്ന് കൂടി പറ്റുന്ന വ്യായാമമാണ് നമ്മൾ. അപ്പം അത് ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് കിടന്നുകൊണ്ടുള്ളതാണ്, ലെഗ് റൈസ്. നീണ്ട് മലർന്ന് കിടക്കുക. കിടന്നിട്ട് കാലിച്ചിരി അകത്ത് വയ്ക്കുക, കൈ രണ്ടും മലർത്തി വയ്ക്കുക. വയറിലേക്ക് നമ്മൾ ശ്വാസം എടുത്ത് വിടണം. ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർത്ത് വരണം മേളോട്ട്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാല് രണ്ടും അടുപ്പിച്ചിട്ട് ഈ കൈ ഇങ്ങനെ ഫിംഗർ ഇന്റർലോക്ക് ചെയ്ത് നല്ലോണം സ്ട്രെച്ച് ചെയ്യണം. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് കൈ രണ്ടും രണ്ട് സൈഡിൽ കൊണ്ടുവന്ന് കമഴ്ത്തി വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗ് റൈസ് ആണ്. ഈ ലെഗ് റൈസ് നമുക്ക് വയറ് കുറയുന്നതിനും നല്ലതാണ്, നമ്മൾ രാവിലെ എണീറ്റ് നടക്കുന്നതിന് പകരമായിട്ടും നല്ലതാണ്. അപ്പോൾ ലെഗ് റൈസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേൽ, റൈറ്റ് ലെഗ് അപ്പ് എന്ന് പറയുമ്പോൾ ആ കാലിനെ മാക്സിമം എത്ര ഉയർത്താൻ പറ്റുമോ ഉയർത്തുക. അപ്പം മറ്റേ കാലിങ്ങനെ പൊങ്ങി വരാതെ നോക്കണം. ആ കാല് നല്ലോണം പതിഞ്ഞ് ഇരിക്കണം തറയിൽ. എന്നിട്ട് ഈ കാലിനെ നമുക്ക് എത്ര ഉയർത്താൻ പറ്റുമോ അത്രയും ഉയർത്തിക്കൊണ്ടുവരിക. എക്സേൽ, ഡൗൺ. അത് കഴിഞ്ഞിട്ട് ഇടത് കാല്, ലെഫ്റ്റ് ലെഗ് അപ്പ്, ഇൻഹേൽ, ലെഫ്റ്റ് ലെഗ് അപ്പ്. മറ്റേ കാല് തറയിൽ പതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ കാലിലോട്ടൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ആ കാലിനെ അവിടെ തറയിൽ പതിച്ചു വെക്കാൻ പറ്റും. ഇപ്പൊ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഈ കാലും പൊങ്ങി വരും, അത് ഒരു പ്രശ്നമല്ല, എന്നാലും നമ്മളത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുക. എക്സേൽ, ഡൗൺ. ഇൻഹേൽ, റൈറ്റ് ലെഗ് അപ്പ്, exhale, down. Inhale, left leg up, exhale, down. Inhale, right leg up, exhale, down. Inhale, left leg up, exhale, down. Inhale, right leg up. ഹോൾഡ് ചെയ്ത് നിർത്താൻ പറയുമ്പോൾ കാലിനെ ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ്. ശ്വാസം നമുക്ക് നോർമൽ ബ്രീത്തിങ്ങിൽ കൊണ്ടുവരാം. എന്നിട്ട് കാലിനെ ഹോൾഡ് ചെയ്ത് നിർത്തുക. 1 2 3 4 5 ഡൗൺ. അപ്പോൾ ഞാൻ 5 പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒരു എണ്ണം കൂട്ടി ചെയ്യണം. 10 കൊണ്ടുവന്ന് നിർത്താം. ഇൻഹേൽ, ലെഫ്റ്റ് ലെഗ് അപ്പ്, ഹോൾഡ് ചെയ്ത് നിർത്തുക. 1 2 3 4 5 ഡൗൺ. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 കാലും ഒരുമിച്ച് ഉയർത്തുകയാണ്. ഇൻഹേൽ, ബോത്ത് ലെഗ് അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൈ നല്ലവണ്ണം തറയിൽ പതിച്ചു കൊടുക്കണം. ഇച്ചിരി ബലം തറയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 കാലും ഒരുമിച്ച്, ഇപ്പൊ തുടക്കക്കാർക്കൊന്നും 2 കാലും ഒരുമിച്ച് ചിലപ്പോൾ അവരിങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും പൊക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് അത് കുഴപ്പമില്ല, തുടക്കക്കാർക്ക് അങ്ങനെ പൊക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഇൻഹേൽ, ബോത്ത് ലെഗ് അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ നല്ലോണം തറയിൽ പ്രസ് ചെയ്തിട്ട് കാലിനെ ഉയർത്തുക. ഇൻഹേൽ, ബോത്ത് ലെഗ് അപ്പ്, എക്സേൽ, ഡൗൺ. ഇൻഹേൽ, ബോത്ത് ലെഗ് അപ്പ്,
exhale down. Inhale, both legs up. Exhale down. ഇനി ഇൻഹേൽ ബോത്ത് ലെഗ് അപ്പ്. ഇച്ചിരി നേരം ഹോൾഡ് ചെയ്ത് നിർത്തുക. 1 2 3 4 and 5 down. Exhale down. രണ്ട് കാലും താഴെ വെച്ചിട്ട് നമ്മൾ അടുത്ത റിലാക്സ് ചെയ്യുകയാണ്. കാലിച്ചിരി അകത്തി, കൈ രണ്ടും അകത്തി മലർത്തി വെക്കുക. എന്നിട്ട് വയറിലേക്ക് ശ്വാസം എടുക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇനി കാലുകൾ അടുപ്പിച്ച് ഫിംഗർ ഇൻലോക്ക് ചെയ്ത് നല്ലോണം ബോഡി സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സുഖം കിട്ടും. റൈറ്റ് സൈഡ് ചരിഞ്ഞു കിടന്നിരിക്കുകയാണ്. ഈ കൈ നീട്ടി ഈ കൈയിലാണ് തല വെച്ചേക്കുന്നത്. നമ്മുടെ ഈ കൈ ഫ്രണ്ടിൽ ഇങ്ങനെ കുത്തി വെക്കുക. ഫ്രണ്ടിൽ നല്ലോണം പ്രസ് ചെയ്ത് വെക്കണം കൈ. എന്നിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ലെഗിനെ, അതായത് ഇടത് കാലിനെ നമ്മൾ ഉയർത്താൻ പോവുകയാണ്. ഇൻഹേൽ, ലെഫ്റ്റ് ലെഗ് അപ്പ്. മാക്സിമം എത്ര ഉയർത്താവോ അത്ര ഉയർത്തുക. എക്സേൽ ഡൗൺ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള കൊഴുപ്പുകളെല്ലാം കളയാൻ പറ്റും. ഇത് സ്ഥിരം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഉള്ള കൊഴുപ്പുകൾ, ഈ സൈഡിലുള്ള എല്ലാ കൊഴുപ്പുകളും പോവും. ഒന്നുകൂടെ. ഇൻഹേൽ, ലെഫ്റ്റ് ലെഗ് അപ്പ്. എക്സേൽ ഡൗൺ. Inhale, left leg up. Exhale down. Inhale, left leg up. Exhale down. Inhale, left leg up. Hold ചെയ്ത് നിർത്തുക. 1 2 3 4 5 down. Exhale down. അപ്പോൾ ഈ അടിയിലിരിക്കുന്ന കാല് 3 തന്നെ ഇരിക്കണം. ഇങ്ങനെ മടക്കിയൊന്നും വെച്ചേക്കരുത്. 3 തന്നെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് കാലും ഒരുമിച്ച് ഉയർത്തും. ഇൻഹേൽ ബോത്ത് ലെഗ് അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കാലും ഒരുമിച്ച്. അപ്പോൾ ഈ കൈ നല്ലോണം ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ആ കാലിനെ ഉയർത്താൻ നമുക്ക് അനായാസം പറ്റും. ഇൻഹേൽ ബോത്ത് ലെഗ് അപ്പ്. കണ്ടോ? എത്ര ഉയരുന്ന അത്ര ഉയർത്തിയാൽ മതി. എക്സേൽ ഡൗൺ. ഇൻഹേൽ ബോത്ത് ലെഗ് അപ്പ്. Exhale down. Inhale, both leg up. Hold ചെയ്ത് നിർത്തുക. 1 2 3 4 and 5 down. Exhale down. ഇനി നമ്മൾ അടുത്ത സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുക. അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് ഇപ്പൊ അപ്പുറത്തോട്ട് തിരിഞ്ഞു കിടന്നതിന്റെ പുറവശം കാണത്തുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് ഈ സൈഡിലോട്ട് കിടക്കുകയാണ്. ഇപ്പൊ ലെഫ്റ്റ് സൈഡായി. ഇതിന്റെ കാല് നീട്ടി വെക്കുക, കൈ ഇവിടെ കുത്തി വെക്കുക. ഇനി ഇപ്പൊ നമ്മുടെ മുകളിൽ വരുന്നത് റൈറ്റ് ലെഗ് ആണ്. ഇൻഹേൽ, റൈറ്റ് ലെഗ് അപ്പ്. എക്സേൽ ഡൗൺ. ഇൻഹേൽ, റൈറ്റ് ലെഗ് അപ്പ്. എക്സേൽ ഡൗൺ. ഇൻഹേൽ, റൈറ്റ് ലെഗ് അപ്പ്. Exhale down. Inhale, right leg up. Exhale down. Inhale, right leg up. Hold ചെയ്ത് നിർത്തുക. ശ്വാസം നോർമലി ആയിക്കോട്ടെ. ഈ കാലിനെ ഹോൾഡ് ചെയ്ത് നിർത്തിയാൽ മതി. 1 2 3 4 and 5 down. Exhale down. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് രണ്ട് കാലും ഒരുമിച്ചാണ് നമ്മൾ ഉയർത്താൻ പോകുന്നത്. ഇൻഹേൽ, ബോത്ത് ലെഗ് അപ്പ് എന്ന് പറയുമ്പോൾ ഈ കൈ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ രണ്ട് കാലും നല്ലോണം ഉയർത്തും. ഇൻഹേൽ, ബോത്ത് ലെഗ് അപ്പ്. എക്സേൽ ഡൗൺ. ഇൻഹേൽ, ബോത്ത് ലെഗ് അപ്പ്. എക്സേൽ ഡൗൺ. ചില ആൾക്കാർക്ക് ഇൻഹേൽ, ബോത്ത് ലെഗ് അപ്പ് എന്ന് പറയുമ്പോൾ ഈ ലഗും തലയും കൂടെ ഉയരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. തല ഉയരരുത്. ഇൻഹേൽ, ബോത്ത് ലെഗ് അപ്പ്. Exhale down. Inhale, both leg up. Hold ചെയ്ത് നിർത്തുക. 1 2 3 4 and 5 down.
ഇനി റിലാക്സ് ചെയ്യുക. നേരെ കിടന്ന് വയറിലേക്ക് ശ്വാസം എടുത്ത് വിടുക. കൈ മലർത്തി വെക്കുക, കാലിച്ചിരി അകത്തി വെക്കുക. എക്സേൽ, എക്സേൽ, എക്സേൽ. ഇനി കാലുകൾ അടുപ്പിച്ച് ഫിംഗറിൽ ലോക്ക് ചെയ്ത് നല്ലോണം സ്ട്രെച്ച് ചെയ്യുക. കൈ രണ്ടും രണ്ട് സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി അടുത്ത ഒരു വ്യായാമം എന്ന് പറയുന്നത് ഒരാസനം. കാൽ രണ്ടും മടക്കുക. ഈ കാലിൻ്റെ ആംഗിളിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ശ്വാസം എടുത്തിട്ട് ഉയരാൻ പോവുകയാണ്. ഹിപ്പിനെ ഉയർത്തും. ഇൻഹേൽ അപ്പ്, മാക്സിമം എത്ര ഉയരാൻ പറ്റുന്നോ അത്ര ഉയരുക. ഇൻഹേൽ അപ്പ്, exhale down. Inhale up, exhale down. ഇനി ശ്വാസത്തിനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് ആണ്. ഇൻഹേൽ അപ്പ്, ഹോൾഡ് ചെയ്ത് നിർത്തുക. ഇനി ശ്വാസം നോർമൽ ചെയ്യുക, നോർമലാക്കുക. 1, 2, 3, 4 and 5 down. Exhale down. റിലാക്സ് ചെയ്യുക. കാല് നീട്ടി വെച്ച് കൈ മലർത്തി വെച്ച് വയറിലേക്ക് ശ്വാസം എടുക്കും. എക്സേൽ, എക്സേൽ, എക്സേൽ. ഇനി കാലുകൾ അടുപ്പിച്ച് ഫിംഗറിൽ ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക. ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് സൈക്ലിംഗ് ആണ്. സൈക്കിൾ ചവിട്ടുക കിടന്നുകൊണ്ട്. സൈക്കിള്, നമ്മളൊരു സൈക്കിളിൽ ഇരുന്ന് അതിൻ്റെ ആ പെറ്റിൽ ചവിട്ടുകയാണ്. നമ്മുടെ കൈയും അതേപോലെ കറക്കുക. കറക്റ്റായിട്ട് ആ ഇത് കറങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ഇത് ഹാർട്ട് പേഷ്യൻറ്റിന് നല്ലതാണ്. ബോഡി കിതയ്ക്കുന്നവർക്കൊക്കെ കിതപ്പ് മാറുന്നതിനൊക്കെ നല്ലതാണിത്. നല്ലൊരു എക്സസൈസാണിത്. സൈക്കിൾ ചവിട്ടി. ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണ് ഞാൻ ചവിട്ടുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ്. എന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് കാലുകൾ അടുപ്പിച്ച് ഫിംഗർ ലോക്ക് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് എഴുന്നേൽപ്പ്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും വ്യായാമങ്ങൾ മതി. ഇത് നമ്മളിപ്പോൾ ഞാൻ 4-5 പ്രാവശ്യമായിരിക്കും ഓരോന്ന് കാണിച്ചു തന്നത്. അത് നിങ്ങളൊരു 20 പ്രാവശ്യം വീതമെങ്കിലും ചെയ്യാൻ നോക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 15 പ്രാവശ്യമെങ്കിലും ചെയ്യുക. അപ്പോൾ അത്രയും ചെയ്തു വരുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡി നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡിയായിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വ്യായാമം ചെയ്യുക. ആരോഗ്യം സമ്പത്തും നേടുക. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ഇടുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.